പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം നമ്മളോട് പറയുന്നുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈശോയുടെ ഓർമ്മപ്പെടുത്തലാണ്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒഴുകിയിറങ്ങുന്ന ഓരോ കണ്ണീർ തുള്ളിക്കും ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഓരോന്നായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് ഓർക്കണമെന്ന്. സുവിശേഷം അങ്ങനത്തെ ഒരു വലിയ സ്നേഹം നിറഞ്ഞൊരു രംഗം നമുക്ക് കാണിച്ചു തരും. ഏകമകൻ മരിച്ചുപോയ വിധവയായ സ്ത്രീ ആ ശവമഞ്ചത്തിന് പിന്നാലെ കരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് അവരാരും വന്ന് ചോദിക്കുന്നില്ല. അവൻ അവിടെ ചെന്ന ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടവിടെ നിർത്തി ആ മകനെ ജീവനിലേക്ക് തിരികെ ഉയർപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്തു വിടുന്നുണ്ട്. കർത്താവ് എത്രമാത്രം നമ്മുടെ കണ്ണീരിനെ ഗൗരവത്തോടുകൂടി എടുക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങൾ ആരും ചോദിക്കാൻ വരണില്ല കർത്താവെ രക്ഷിക്കണമെന്നൊന്നും. പക്ഷേ അമ്മയുടെ കണ്ണീര് കാണുമ്പോൾ ആ കണ്ണീരിനെ ഗൗരവത്തോടെ എടുക്കുന്ന നമ്മുടെ കർത്താവ് അവിടെ ചെന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ട് മനുഷ്യർക്ക് കാണാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് പ്രവർത്തിക്കുന്നത്. മരിച്ചുപോയൊരുവനെ കൈക്ക് പിടിച്ച് തിരിച്ചെഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്തു വിടുന്നുണ്ട്. നമ്മൾ ഇന്നലെ അമ്മമാരെ കുറിച്ച് ധ്യാനിച്ചതാണല്ലോ പ്രത്യേകമായിട്ട്. അമ്മമാരുടെ കണ്ണീരിന് തീർച്ചയായിട്ടും, അമ്മമാരുടെ പ്രാർത്ഥനകൾക്ക്, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾക്ക് തീർച്ചയായിട്ടും കർത്താവ് ഉത്തരം കൊടുത്തിരിക്കുമെന്ന് കുറച്ച് നാൾ മുൻപ് നമ്മൾ മറ്റൊരു വചനത്തിൽ ധ്യാനിക്കുകയും ചെയ്തതാണ്. സബദിപുത്രന്മാരുടെ അമ്മ വന്നിട്ട് എൻ്റെ മക്കളിൽ ഒരാൾ ഇടതുവശത്തും മറ്റൊരാൾ വലതുവശത്തിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഈശോ അമ്മയോട് ഉത്തരം പറയുന്നില്ല. ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുമോ, പറ്റുമോ എന്നൊക്കെ അവർ ഉത്തരം പറയും. കർത്താവ് അപ്പോഴും പറയും, എന്നാലും എൻ്റെ ഇടതും വലതും ഇരിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവാണ് നിശ്ചയിക്കുന്നത്. പക്ഷെ അവരുടെ മരണം അനുസരിച്ച് സാധാരണ വിരുന്നിനിരിക്കുന്നത് ഒരാൾ വന്ന് ഇടതുവശത്തിരിക്കുന്നു, പിന്നീട് ഓരോരുത്തരായി വന്ന് അവസാനത്തെ ആൾ വലതുവശത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാർ മരിച്ച രീതികൾ ആലോചിച്ച് നോക്കണം, മരിച്ച ഒരു ക്രമം ആലോചിച്ച് നോക്കണം. മരിച്ചവർ ഓരോന്നും കർത്താവിനോടുകൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കാൻ പോകുന്നുവെന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം യാക്കോബ് ശ്ലീഹ മരിച്ചു. ഈ രണ്ടുപേരിൽ ഒരാൾ ചെന്ന് ഇടതുഭാഗത്തിരിക്കുന്നുണ്ട് കർത്താവിൻ്റെ. പിന്നീട് ഓരോരുത്തരായിട്ട് ശിഷ്യന്മാർ ഓരോരുത്തരായിട്ട് മരിച്ച് അവസാനം മരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹയാണ്, വലതുവശത്തിരിക്കുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥന അതായിരുന്നില്ലേ, എൻ്റെ മക്കളിൽ ഒരാൾ ഇടതുവശത്തും ഒരാൾ വലതുവശത്തും ഇരിക്കണം. വെറുതെ ആവില്ല എന്നേ അമ്മമാരുടെ പ്രാർത്ഥനകൾ. കർത്താവിൻ്റെ മുൻപിൽ ഒരുക്കുന്ന കണ്ണീരൊന്നും വെറുതെ ആവുന്നില്ല എന്നുള്ളതാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേൾക്കണം, സ്ത്രീയെ നീ എന്തിനാ കരയണേ? വളരെ ഗൗരവത്തിലാണ് എടുക്കണേ ആ കണ്ണീര്. സ്ത്രീയെ നീ എന്തിനാ കരയണേ? നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഈ സ്ത്രീകളുടെ കരച്ചിൽ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടേ. ഇന്ന് അവരെ ഒന്ന് സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച്. കാരണം നമ്മുടെ കുടുംബം ഇങ്ങനെ നിലനിൽക്കുന്നതിനുള്ള കാരണം അവർ ആ തിരുനടയിൽ അർപ്പിക്കുന്ന കണ്ണീരാണെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ചേട്ടന്മാരൊക്കെ മിക്കവാറും ഇരിക്കാറ് പോലും ഇല്ലല്ലോ അവിടെ. എന്നാൽ ആ തിരുഹൃദയ നടയിൽ ഒഴുകിയിറങ്ങുന്ന ഈ ചേച്ചിമാരുടെ, ഈ അമ്മമാരുടെ, ഈ പെങ്ങന്മാരുടെ, ഈ മക്കളുടെയൊക്കെ കണ്ണീര്, അതുകൊണ്ട് നമ്മുടെ കുടുംബം ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. ശരിക്കും കർത്താവിൻ്റെ മുൻപിൽ അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർസ്ലേമിലെ ആ ഒരു സ്ത്രീകളെ നോക്കിയിട്ട് കർത്താവ് പറയും, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും. അത് ഗൗരവത്തിലെടുക്കുന്നുണ്ട് കർത്താവ് ആ കരച്ചിൽ. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കൃപ കിട്ടും, കരുണ കിട്ടും. അതുകൊണ്ട് കരയേ. അമ്മമാരുടെ ഈ കരച്ചിലുകൾ, ചേച്ചിമാരുടെ കരച്ചിലുകൾ, സ്ത്രീജനങ്ങളുടെ കരച്ചിലുകൾ ഗൗരവത്തിലെടുക്കാതെ എങ്ങനെയാണ് നമ്മൾ അവനെ ഗൗരവത്തിലെടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അവൻ്റെ പഠനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നുവെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? നമ്മുടെ വീടകങ്ങളിലെ സ്ത്രീജനങ്ങളുടെ നിലവിളികൾ അത് കാണാതെ പോകരുത്. നമ്മളറിയാതെ പോലും അവരെ തിരുനടയിലും തിരുവൽത്താരയ്ക്ക് മുൻപിലും ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണീര് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. കുടുംബം സമാധാനത്തിൽ നിലനിൽക്കുന്നതിനുള്ള കാരണം അതാണെന്നറിയണം.
അതിന് ചേച്ചിമാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല. ആരൊക്കെ കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണീരിനൊക്കെ ഇങ്ങനെ ഫലം കിട്ടിയിട്ടുണ്ടെന്നറിയണം. സാമുവേൽ എന്ന് പറയുന്ന വലിയ പ്രവാചകന്റെ ജനനം പോലും അങ്ങനെ ഒരു കരച്ചിലിൻ്റെ ഒരു പ്രതിഫലമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായം. ഹന്ന ഇങ്ങനെ കരച്ചിലോടുകൂടെ നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഏലിക്ക് തോന്നുന്നത് അവള് മദ്യപിച്ച് വന്നു എന്നാണ്. അത്രയ്ക്ക് കുഴഞ്ഞാണ്, കരഞ്ഞ് തളർന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മനസ്സിലാവുമ്പോൾ അയാൾ പറയുന്നുണ്ട്, പുരോഹിതനാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കും. അവള് വീട്ടിൽ പോയി മുഖം കഴുകി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നിട്ടില്ല. കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞോ നിങ്ങൾ? പിന്നീട് ഒരിക്കലും നിങ്ങളുടെ മുഖം മ്ലാനമാവാത്ത വിധത്തിൽ സ്വർഗം നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നിട്ടില്ല. കർത്താവിൻ്റെ മുൻപിൽ ഈ കരച്ചിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് അർപ്പിച്ചു തുടങ്ങണം. ആ കരച്ചിലൊന്നും വെറുതെ ആവില്ല എന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷം തരണത്. ശവമഞ്ചത്തിൻ്റെ പിന്നാലെ തൻ്റെ മകൻ്റെ മരണത്തെ ഓർത്ത് കരഞ്ഞു കൊണ്ടുപോകുന്ന ഒരമ്മയിൽ കർത്താവ് കാണുന്നത് കുറച്ചു കാലം കഴിഞ്ഞ് തൻ്റെ അമ്മ തൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നൊരു കാഴ്ചയായിരുന്നേ. കർത്താവ് പറയും, അമ്മ മാതാവേ മേരി, അന്ന് എനിക്ക് നിൻ്റെ കണ്ണീര് തുടച്ചു കളയാനായിട്ട് പറ്റിയെന്ന് വരില്ല, പക്ഷെ ഇന്ന് ഈ അമ്മയുടെ കണ്ണീര് എനിക്ക് മായ്ച്ചു കളയാൻ പറ്റും. അതിനുവേണ്ടി അങ്ങോട്ട് ചെന്ന് ശവമഞ്ചം തൊട്ട് ഈശോ ആ മകനെ എഴുന്നേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ജീവിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ കണ്ണീരും വേദനയും സങ്കടവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ണീരോടുകൂടെയുള്ള പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങൾ അങ്ങേ മുൻപിൽ മുട്ടുകൾ മടക്കും. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീരോടെ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ട് വേണം ഇന്നുറങ്ങാനായി പോകാൻ. കാരണം നിങ്ങൾ നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു പുതിയ ഊർജം കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. മരിച്ചവരെ കണക്ക് കിടന്നിരുന്ന മനുഷ്യര്, ജീവിച്ചിരുന്ന മനുഷ്യര് ഇങ്ങനെ ഉണർവോടുകൂടെ ജീവനോടുകൂടെ ജീവിക്കുന്നത് കാണാൻ പറ്റും. അമ്മയുടെ കണ്ണീര് മരിച്ചൊരു കുഞ്ഞിനെ ഉയർപ്പിച്ചതുപോലെ നമ്മുടെ കണ്ണീര് ആരുടെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായെന്ന് വരും. ഒരു തുള്ളി കണ്ണീരോടെ നമുക്ക് കിടക്കകളിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.